ആര്യൻ ഗെയിം പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഐ എം വെരി പ്രൗഡ് ഓഫ് ഹിം. നന്നായിട്ട് കളിച്ചതാ. ആൻഡ് ഐ ആക്ച്വലി എക്സ്പെക്ടഡ് ഹിം ടു കം ഇൻ ദ ടോപ്പ് 5 അറ്റ്ലീസ്റ്റ്. ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ദ ഗ്രേറ്റ്, ലൈക്ക് ദ ബെസ്റ്റ് തിങ് എവർ. ഇപ്പോ കുഴപ്പമില്ല. ലെറ്റ് ഇറ്റ് ബി ദിസ് വേ. ഐ ആം ആക്ച്വലി വെരി പ്രൗഡ് ഓഫ് ഹിം. ഇപ്പൊ പോസിറ്റീവ് വേയിൽ എടുക്കാം. That's all I have to say. ഈ ആര്യൻ പുറത്തു പോകാൻ കാരണം എന്തായിരിക്കാം? പുറത്തു പോകാൻ കാരണം ഒരെണ്ണം ബിഗ് ബോസ് ചിലപ്പോ കുറച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, ലൈക്ക് പുറത്താക്കണോ, ലൈക്ക് എല്ലാവരും കുറച്ച് ഡിസിഷൻ ഉണ്ടായിരിക്കും. പിന്നെ വോട്ട്സ് കുറവുണ്ടായെങ്കിലും കുറവുണ്ടാവാൻ കാരണം എന്തായിരിക്കും? കാരണം ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല ആര്യന്റെ വോട്ട് എന്തുകൊണ്ട് കുറഞ്ഞു. ആര്യൻ എന്തുകൊണ്ടും ഒരു ടോപ്പ് 3 വരേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതെ, ടോപ്പ് 5 ടോപ്പ് 3 ഗ്രേറ്റ് ആക്ച്വലി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബോസിന്റെ ട്രാൻസ്പെറൻസി അത്ര ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ഡിസിഷൻസ് ഒക്കെ അവിടെ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ആര്യനെ ഇൻക്ലൂഡ് ചെയ്തില്ല. പിന്നെ ഇന്നർ പോളിറ്റിക്സ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് വിന്നറാക്കാൻ അനുമോളെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, 50-50 ചാൻസ് ആണ്. ചിലപ്പോ അനീഷ് ചേട്ടൻ ഉണ്ടായിരിക്കും, ചിലപ്പോ അനുമോൾ, ചിലപ്പോ നൂറ. ഈ 3 പേരും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റൂല. ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ആര്യന്റെ ബിഗ് ബോസിൽ ഇത്രയും ദിവസം ആര്യൻ നിന്നാന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യം തന്നെയാണ്. 85-90 days 3 weeks. ഇപ്പൊ ഒരു 1 or 2 weeks ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ. സോ ഇപ്പൊ 3 പേര് ക്യാപ്റ്റൻസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഓൾ 3 of them. അപ്പൊ ഞാൻ വിചാരിച്ചു വലിയൊരു കാര്യമാണ്. ഹി വിൽ ഗോ ടു ദ ഫിനാലെ ആൻഡ് എവറിത്തിങ് വിൽ ഹാപ്പൻ. പക്ഷെ ദിസ് ഇസ് വെരി അൺഫെയർ ആൻഡ് അൺപ്രഡിക്റ്റബിൾ. ദിസ് ഷുഡന്റ് ഹാവ് ഹാപ്പൻഡ് ആക്ച്വലി. സോ എന്തായെന്ന് അറിയില്ല. ആര്യന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു ബിഗ് ബോസിൽ? ബിഗ് ബോസിൽ പറയാൻ പറ്റൂല. ഹി ലവ്സ് മേക്കിംഗ് ജോക്സ്. ഹി ലവ്സ് ഹാവിംഗ് ഫൺ അറൗണ്ട് പീപ്പിൾ. ഹീസ് എ വെരി ഫൺ ലവിംഗ് ഗായ്. അപ്പോൾ അങ്ങനെയൊക്കെ activities ഒക്കെ ചെയ്യാൻ, ടാസ്ക് ചെയ്യാൻ, I think he loves that. Performing tasks and like excelling in them. I think that's what he loved the most. Thank you. ഈ കേക്ക് ഡിസൈൻ ചെയ്യണ്ടേ? ഇതില്ലേ അവര് പറഞ്ഞ പന്തൽ കേക്ക് ഷോപ്പിന് വാങ്ങിച്ചത്, അവര് ഡിസൈൻ ചെയ്തു. ആര്യന്റെ എവിക്ഷൻ ഒരു അൺഫെയർ ഭയങ്കരമായിട്ട് എന്താ പറയാ അല്ലേ? എല്ലാവരുടെ മനസ്സിലായിരുന്നു. എന്റെ മനസ്സിലായിരുന്നു. അതാണ് വിന്നർ. ആര്യന്റെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, മായാമോഹിനിയായിട്ട്. അല്ല, അത് മാത്രല്ല, ആര്യന്റെ പെർഫോമൻസ് എനിക്ക് അവന്റെ എല്ലാ ടാസ്ക്സും ഭയങ്കര ഇഷ്ടപ്പെട്ടു. മായാമോഹിനി കലക്കി, അത് അടിപൊളിയായിരുന്നു. സാബുമാനും തമ്മിലൊരു ഗെയിം കണ്ടിരുന്ന, നല്ല രീതിയിൽ പെർഫോം ചെയ്തു. എന്നാൽ പോലും അതില് ഹാൻഡ് കറക്റ്റ് ആയിട്ട് പിടിച്ചത് ആര്യനായിരുന്നു. അതെ, അത് ഭയങ്കര അൺഫെയർ ആയിരുന്നു. കാരണം മാത്രമല്ല അനുമോളുടെ വെയിറ്റും കൂടെ അവനെ കിട്ടിയിരുന്നിട്ടും ഐ ഫെൽറ്റ് അതൊരു അൺഫെയർ ഡിസിഷൻ ആയിരുന്നു. പക്ഷെ ആര്യൻ ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇതിപ്പോ വേറെ വല്ല കണ്ടസ്റ്റന്റ് ആണെങ്കിൽ ബിഗ് ബോസ് റൂഫ് താഴെ ഇരുന്നേ. ഓക്കെ, താങ്ക് യു. അതെ, ആര്യനെ കാണാൻ വന്നാണ്. ആര്യൻ ഇതുവരെ അടിപൊളിയായിട്ട് തന്നെ കളിച്ചത്. ഗെയിമിലൊക്കെ ആര്യന്റെ ഗെയിം പെർഫെക്റ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും അൺഫെയർ ആണ്. ടോപ്പ് 5 ഉണ്ടാവേണ്ട ഒരാളാണ്. പുറത്ത് ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ജനങ്ങളുടെ വോട്ടാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അനുമോളാണോ ഇതിന്റെ പിന്നിൽ പറഞ്ഞല്ലോ? അങ്ങനൊന്നുമില്ല, ഗെയിമാണ്.
അപ്പൊ ആർക്കും എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാലോ. എങ്ങനെ ഉണ്ടായിരുന്നു മറ്റേ ആര്യന്റെ ഗെയിമൊക്കെ എങ്ങനെ ഉണ്ടായി? ഗെയിം ഒക്കെ അടിപൊളിയായിരുന്നു. അവിടെ ഉള്ളതിൽ ഏറ്റവും നന്നായിട്ട് ഫിസിക്കലായിട്ടാണെങ്കിലും അല്ലാതെയും ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്ന ഒരാളാണ് ആര്യ. ഈ ആര്യനെ പറയുമ്പോ ജിസയിലായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് നിങ്ങളൊക്കെ എങ്ങനെ എൻജോയ് ചെയ്തു ഫാൻ എന്നുള്ള രീതിയിൽ? ഫാൻ എന്നുള്ള രീതിയിൽ നല്ല രീതിയിലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ആര്യൻ ഒരു നല്ലൊരു ഒരു ഹ്യൂമാനിറ്റി ഉള്ള ഒരു മനുഷ്യനും കൂടിയാണ്. നല്ല രീതിയിൽ നമുക്കത് ചിലവരുടെ കണ്ണിൽ അത് ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല ലാസ്റ്റത്തെ ഒരു കാറിന്റെ ഗെയിം വരെ ആള് നന്നായിട്ട് കളിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആളൊരു ടോപ്പ് 3-ലെങ്കിലും ഉണ്ടാവേണ്ട ഒരാളായിരിക്കുമെന്ന്. അതെ അതെ. ഇത് എന്തുകൊണ്ടാ ഈ എവിക്ഷന് ആൾക്കാർ വോട്ട് ചെയ്യാത്തോണ്ടാണോ അങ്ങനെ തോന്നുന്നുണ്ടോ? വോട്ട് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വോട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. വോട്ടിന്റെ ആ ഒരു ലിസ്റ്റ് ഒന്നും നമുക്ക് കാണുന്നില്ല. മറ്റൊരു റിയാലിറ്റി ഷോയിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. വോട്ടിന്റെ ഇതെന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഈ ആര്യന് മുന്നേ പുറത്താവേണ്ട ആരായിരുന്നു എന്നാണ് തോന്നുന്നത്? സാബു അവരൊക്കെ ഉണ്ടല്ലോ. അനുമോള് പുറത്താണെന്ന് തോന്നുന്നുണ്ടായോ? അല്ല, അനുമോളും അത്യാവശ്യം കളിക്കുന്നുണ്ട്. അനുമോൾ എന്ത് ഗെയിം അവിടെ കളിക്കുന്നത്? അനുമോളുടെ ഗെയിമാണല്ലോ നമ്മളെല്ലാം കണ്ടു. PR ഗെയിം. പിന്നെ ആര്യനിലും കുറെ പേര് അവിടെ അതിന് മുന്നേ ഔട്ടാവേണ്ടത് സാബു. ഈ സാബു പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും തുടരുന്നത് ബിഗ് ബോസിൽ? എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 പേരുണ്ടല്ലോ, അക്ബർ, നെവിന്, അങ്ങനെയുള്ളവരുണ്ടല്ലോ. അപ്പൊ അവരില് ആരെങ്കിലും ഔട്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നെവിനെ മറ്റേ സാബുനെ സേവ് ചെയ്യുന്നത്. മേ ബി. ഇതിന് മുന്നത്തെ ബിഗ് ബോസില് ആരുടെ ഫാൻ ആയിരുന്നു? ജാസ്മിന്റെ. ഇതുപോലെ തന്നെ ഒരു എവിക്ഷൻ ആയിരുന്നല്ലോ. അതെ, അതിന് മുന്നേ വിഷ്ണു. അപ്പൊ ആര്യനെ കാണുമ്പോ ആദ്യം എന്താ പറയാൻ പോണേ? നല്ലൊരു ഗെയിമർ ആയിരുന്നു. അതിലെ കൂടുതൽ ഇത്രയും. പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷാനവാസ് കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞില്ലേ, ആട്ടുംതോലിട്ട ചെന്നായ കൂട്ടം എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ അവിടെ നിലവിൽ നിൽക്കുന്നവരെല്ലാരും ആട്ടുംതോലിട്ട ചെന്നായ കൂട്ടമാണ്. അതിന്റെ ഇടയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ആര്യൻ പോകുന്നത് നന്നായി. അപ്പൊ ഓൾ ദ ബെസ്റ്റ്.